ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ ഇഡ്ഡലി കുട്ടുവത്തിലേക്ക് മധുരക്കിഴങ്ങ് വെച്ചിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്താലോ. അപ്പം മധുരക്കിഴങ്ങ് മാത്രമല്ല, ഇഡ്ഡലി കുട്ടുവത്തിലേക്ക് മധുരക്കിഴങ്ങും തക്കാളിയും പിന്നെ കുറച്ച് വറ്റൽ മുളകും പിന്നെ വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ട് നല്ല അടിപൊളിയൊരു ഐറ്റം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയതാണ്ട് ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള 2 മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഇഡ്ഡലി കുട്ടുവത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇഡ്ഡലി കുട്ടുവത്തിൽ ആദ്യം കുറച്ച് വെള്ളം നിറച്ചിട്ട് വേണം ഈ തട്ടെടുത്ത് വെക്കാൻ കേട്ടോ. അത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ കുറച്ച് കേട് വന്ന ഭാഗമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെട്ടി കളഞ്ഞതിൻ്റെ ബാക്കിയാണിത്. അപ്പോൾ ഞാൻ 2 ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി തന്നെ ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയൊരു തക്കാളി തന്നെ ഒന്ന് എടുക്കുക, അത് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എത്രയാണോ എരിവിന് ആവശ്യം അതിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എരിവ് കുറഞ്ഞ കാശ്മീരി വറ്റൽമുളകാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഞാനൊരു 3-4 എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ചധികം വെളുത്തുള്ളി അലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10 ഉണ്ടാവും. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഒരു 15 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ടേ. ഇപ്പോൾ ദാണ്ട ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. നല്ല ചൂടായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ദാണ്ട നമ്മുടെ മധുരക്കിഴങ്ങും തക്കാളിയും എല്ലാം ഒന്ന് ഈ മധുരക്കിഴങ്ങൊക്കെ ഇത്രയും വെന്താൽ മതി കേട്ടോ. ഇതിൽ കൂടുതൽ വേവരുത്. കറക്റ്റ് 15 മിനിറ്റ് മാത്രം സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതെല്ലാം അങ്ങോട്ട് മാറ്റാം. ഈ മധുരക്കിഴങ്ങ് മാത്രം ഞാനൊന്ന് എടുത്ത് മാറ്റുന്നുണ്ടേ. ഇത്രയൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഈ ഐറ്റംസ് ബാക്കി വന്ന ഈ വറ്റൽമുളകും വെളുത്തുള്ളിയിലയും തക്കാളിയൊക്കെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കേണ്ടതാണ്. അപ്പം ഞാൻ നേരെ ഇത് മിക്സിയുടെ ജാറിലോട്ട് തന്നെയാണ് അങ്ങ് മാറ്റുന്നത്, വേറൊരു പാത്രം കൂടെ അഴുക്കാക്കണ്ടല്ലോ. അപ്പം തണുത്തതിന് ശേഷം അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് അങ്ങിട്ട് കൊടുക്കാം. ഇനി ആ തക്കാളീൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. തൊലിയോടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അരച്ചെടുക്കാം, പക്ഷെ തൊലി കളയുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ തൊലി അങ്ങ് കളയുന്നുണ്ട്. ഇതുപോലെ ഒന്ന് പിടിക്കുമ്പോഴേക്കും തൊലിയൊക്കെ ഇളകി വരും കേട്ടോ. ഇതിങ്ങോട്ട് കണ്ട വരാനെന്താ പാടം നോക്കിയേ. അപ്പോൾ അതാണ്ട് ഞാൻ എടുത്ത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് തണുത്തതിന് ശേഷം മാത്രം അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അതാണ്ട് ഒന്ന് തണുത്തായിരുന്നു, ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ആ എടുത്ത് വെച്ച മധുരക്കിഴങ്ങിനെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് ഒന്ന് അരിഞ്ഞെടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടില്ല, എന്നാൽ ഒരുപാട് വലുതും ആക്കിയിട്ടില്ല. ഈ ഒരു സൈസിനാണ് കേട്ടോ ഒന്ന് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കടുകൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ, ഞാൻ കടുക് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പിലയും ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു കുറേയൊക്കെ, അതൊക്കെ ഞാൻ ഇന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ആ എണ്ണയിലിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുക്കാവേ. ഇപ്പോൾ ദാണ്ട് നന്നായിട്ട് ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി, ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടെ അന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി, ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട. ഇനി നമ്മളിവിടെ റെഡിയാക്കി വേവിച്ച് വെച്ചേക്കുന്ന മധുരക്കിഴങ്ങുണ്ടല്ലോ, സ്വീറ്റ് പൊട്ടറ്റോ, അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ ഇനി മധുരക്കിഴങ്ങ് ആണ് കേട്ടോ പറയുന്നത്.
പിന്നെ വേറെ എവിടെയൊക്കെ എന്തൊക്കെയോ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ സംഭവത്തിന്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് അറിയോ ഈ ഒരു മധുരക്കിഴങ്ങ് വെച്ചിട്ട്. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഒരുപാട് നേരം ഇട്ട് മിക്സ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി ഇത് വെന്തതാണ്. അപ്പം ആ മസാല എല്ലാം ഒന്ന് കോട്ടാവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഞാനിതൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടും കൂടെ കുക്ക് ചെയ്യുന്നുണ്ട്. ആ മസാലയൊക്കെ നന്നായിട്ട് ആ മധുരക്കിഴങ്ങിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ശരിക്കും അടച്ചങ്ങനെ വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ്. പക്ഷെ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുമ്പോഴേക്കും ആ മസാലയൊക്കെ നന്നായിട്ട് മധുരക്കിഴങ്ങിലോട്ടൊന്ന് പിടിച്ച് വരുവേ. അപ്പോൾ അതാണ്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്ട് അത്യാവശ്യം നന്നായിട്ട് മസാലയൊക്കെ കോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ആഡംബരമാണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അതും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് തേങ്ങ ഒഴിവാക്കിയിട്ട് വേണമെങ്കിലും ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. തേങ്ങയും കൂടെ ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. തേങ്ങ ചേർത്തിട്ട് ഒരുപാടൊന്നും ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ മധുരക്കിഴങ്ങ് വെച്ച്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. അതൊന്നും അല്ല, ഇത് ഒറ്റയ്ക്ക് അത് മാത്രം എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇപ്പോൾ ദാണ്ട കണ്ടോ നമ്മുടെ അടിപൊളി മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. മധുരക്കിഴങ്ങ് ഫ്രൈ എന്നോ അങ്ങനെ എന്ത് വേണേലും പറയാം, എന്ത് പേര് വേണേലും ഇട്ട് വിളിച്ചോളൂ, കുഴപ്പമില്ല. എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയില്ല, ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു വട്ടമെങ്കിലും മധുരക്കിഴങ്ങ് ഇഷ്ടമുള്ളവരൊന്ന് ഉണ്ടാക്കി നോക്കും, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.